അപ്പം ഞാൻ അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് പിന്നീട് എനിക്ക് നല്ലൊരു പ്രഷർ വന്നു വീട്ടിലും നാട്ടിലൊക്കെ. ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ള പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലോട്ട് സെക്യൂരിറ്റി ആയിട്ട് ആ 2 മാസം ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശപ്പാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കും സെക്യൂരിറ്റി ആയിട്ട്. എന്നിട്ട് രാവിലെ 6 മണിക്ക് കഴിയും. 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങും, ചില ദിവസം ഉറങ്ങൂല. എന്നിട്ട് എന്ത് ചെയ്യും, സിനിമാ സെറ്റിൽ പോയി ചാൻസ് ചോദിക്കും. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ 2 ഡയറക്ടർമാരുണ്ടായി. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റില്ല, ഞാൻ സെക്യൂരിറ്റി ആയി ജോലി ചെയ്യുന്നത്. പിന്നെ കുറേ ഡയറക്ടർമാരുടെ അടുത്ത് നമ്മൾ ചാൻസ് ചോദിക്കുമായിരുന്നു. പക്ഷെ ഇന്ന സിനിമയിൽ കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷത്തോട് പറയാൻ പറ്റും, അരുൺ ഡിജോസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. ഈ ചെക്കൻ എത്തും നമ്മൾ അങ്ങനെ ആദ്യമേ പറയില്ലേ? എനിക്ക് തോന്നുന്നു ശരിക്കും ആളുടെയൊക്കെ നമുക്ക് ആദ്യമേ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ? എൻ്റെ റോൾ മോഡൽ ഞാനാണ്, എൻ്റെ എല്ലാം ഞാനാണ്. സെൽഫ് റെസ്പെക്റ്റ് അത് നമ്മൾ വിട്ടൊരു കളിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് വിട്ടരുത്. നമ്മളൊരു പരിധി വരെ നേടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നേടിയിരിക്കും. അതിന് ചിലപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വരും, നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 90% ആളുകൾക്കും 1% മാത്രമേ സ്ട്രഗിൾ ഉള്ളൂ, ബാക്കിയെ മൊത്തം ആഗ്രഹമാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്താൽ സെറ്റാവും. എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ എല്ലാവരും എന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെ വളർച്ച എന്ന് പറഞ്ഞ ഓഡിയൻസ് ആണല്ലോ. അവരുണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ, അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പൊ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, നിങ്ങളുള്ളിടത്തോളം നമ്മളുള്ളൂ. ഈ കുറേ വേറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറേ ഉണ്ടല്ലോ നമ്മുടെ ഈ കോളേജ് അടിയിലൊക്കെ. അവരൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്തു? അതിന് അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടേ, ഞാൻ വിളിച്ചാൽ മതി. ബ്രാൻഡാണ് ഇപ്പോ, ബ്രാൻഡ് നെയിമായി അല്ലേ? SGR പോരുന്നോ? അതൊന്നും പോരുന്നല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കോൺഫിഡൻസ് ആള് അല്ല. അപ്പൊ അവരൊക്കെ എങ്ങനെയാ അപ്രോച്ച് ചെയ്യാൻ എന്താ തോന്നിയേ? എപ്പം മുതൽ തീരുമാനിച്ച് ഇത്ര ആൾക്കാരെ വെച്ച് ചെയ്യണം? സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി 1 മാസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങും. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ടാവും. പ്രീ പ്രൊഡക്ഷനായിട്ട് നമുക്കൊരു ടീമുണ്ട്. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ്, ഇതിൻ്റെ ഷൂട്ടിംഗ് വരുമ്പോൾ ഇതിൻ്റെ കുറേ കൂട്ടുകാർ ലീവ് എടുക്കും, അവർ ജോലി ലീവ് എടുക്കും എനിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ ഫുഡ് നോക്കും, അവർ ട്രാവൽ നോക്കും, അങ്ങനെ കുറേ പിള്ളേരുണ്ട്. സിനിമ പോലെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളെ കോളേജ് അടിയിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് 7 മണിക്ക് ഞങ്ങൾ എല്ലാവരും ലൊക്കേഷനിലെത്തി. ഫസ്റ്റ് ചായയും കടിയും കൊടുത്തു. 10 മണിയാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ നല്ല ചൂടാണല്ലോ, 12-1 മണിയാകുമ്പോൾ നമ്മളെല്ലാവർക്കും വാട്ടർമെലൻ വെള്ളം കൊടുത്തു. പിന്നെ ചോറ് കൊടുത്തു. ഒരു ലൊക്കേഷനിലുള്ള എല്ലാ സാധനവും കൊടുക്കുന്നുണ്ട്. ക്രൗഡ് വന്നിട്ട് 60 പേര് വന്നിട്ട് കോളേജ് അടിക്ക് സ്റ്റോറി ഇട്ട് അത്ര ആള് വേണമല്ലോ. നമുക്ക് സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റിന് വരും ചെയ്ത് വരും. പക്ഷെ സ്റ്റോറി ഇട്ടു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. 60-70 പല ജില്ലകളിൽ നിന്നാണ് അവിടെ വരുന്നത്. നൈറ്റ് എത്തി ആ റൂം എടുത്ത് കൊടുത്തു. ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുത്തിട്ട് 20,000 പറഞ്ഞാൽ നീ അതിലേക്കല്ല, ശരിക്കും ആ സെറ്റിലേക്കല്ല പൈസ മുടക്കിയത്. അങ്ങനെയാ വളരെ ചെറിയ പൈസ കൊണ്ടാണ് നീ ചെയ്തിരിക്കുന്നത്. പൈസ എന്ന് പറഞ്ഞാൽ സ്റ്റേജിലുള്ള പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോ 20,000 എന്ന് വെച്ചാല് എന്തൊരു ഇവൻ എങ്ങനെയാ ബഡ്ജറ്റ് ആയിട്ടാ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. കാരണം നമുക്ക് ട്രാവലിന് നമ്മളെ കൂട്ടുകാരുണ്ട്, അവർ കാർ എടുത്ത് വരും, എണ്ണ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വന്ന് എനിക്ക് വേണ്ടി 2 ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെച്ച് അവരുടെ ജോലികളൊക്കെ മാറ്റി വെച്ച് 2 പേരാണ്, സെഫീറും നഷീറും അല്ലേ, 2 ഡ്രൈവർ എന്നല്ല വണ്ടി ഓടിക്കാനായിട്ട് നമ്മളെ ഓളി പിക്ക് ചെയ്യാനും ഇതൊക്കെ. പിന്നെ വേറെ കൂട്ടുകാരുണ്ടെങ്കിൽ അസീബ്, തെൻസിയൊക്കെ കടക്ക് ലീവാക്കും. അസീബൊക്കെ കടക്ക് ലീവാക്കി ഫുള്ള് പന്തലിടാൻ അതിനും ഫുള്ള് ചാർജാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു പരിപാടി സംസാരിച്ച് വെച്ചു, അടുത്തൊരു പ്രൊജക്ട്. നമ്മളിപ്പോ സ്പോയിലർ ചെയ്യണില്ല, ഒരു പരിപാടി വരാനുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെ നമ്മൾ പറയണില്ല, ഇതിന്റെ മേലെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു ജോണർ അല്ല, ഒരു ത്രില്ലർ പരിപാടിയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. ഫുൾ അടിയാണല്ലോ എന്ന് ചോദിച്ചല്ലോ, ജസ്റ്റ് ഒരു പരീക്ഷണം. അതായത് ഇപ്പം ഒരുപാട് ആൾക്കാർ പാർട്ട് 2 ചോദിച്ചു. അതിന്റെ പാർട്ട് 2 ഞങ്ങൾ ചെയ്യണില്ല. ആക്ച്വലി ചെയ്യാത്ത എന്താ വെച്ചാൽ അത് വേറെ തന്നെ ഒരു കണ്ടന്റ് ആയിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ്. മറുപടി ആവട്ടെ, ഈ ചാനലിലൂടെ ആവട്ടെ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതിനൊരു മറുപടി ആവട്ടെ. ഒരു 2 മാസം 2 മാസത്തിലൊരു വരവ് വരും. അതാണ് ഞങ്ങളെ പ്ലാൻ. എല്ലാ 2 മാസത്തിലും ഒരു വരവ് വരും. ആ വരവ് അടിപൊളി ആയിരിക്കും. അത് ഞങ്ങൾ അതിനു വേണ്ടി 1 മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ടീം ഇവിടെ തുടങ്ങി. ഇന്നലെ രാത്രി ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യം പറയാം, മൊത്തത്തിൽ സ്പോയിലർ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഈ ത്രില്ലർ ഷൂട്ട് വരുന്നത് വയനാടാണ്.
വയനാട്ടിലൊക്കെ പോയിട്ട് വയനാട്ടിൽ ഷൂട്ട് വരുന്നത്. ഓക്കെ, അതാണ് ആ കഥന്റെ ഒരു അതാണ് അതിന്റെ ഒരു എന്താ പറയടാ ഒരു ഇൻഡി എന്നൊക്കെ പറയാം, ചെറിയൊരു എന്തോ ഒരു സാധനം എനിക്ക് പേര് കിട്ടുന്നില്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലൊക്കേഷൻ മാത്രം ഇൻഡി എന്ന് പറയാനും പറ്റില്ല. ഓക്കെ, അവിടെയാണ് ലൊക്കേഷൻ. ഇയാളുടെ പേര് ഷെഫീഖാണ്. ഷാനവാസോ? ഷാനിഫ്. ഓക്കെ, ഷാനിഫെ, ഇപ്പൊ നമുക്ക് നമ്മുടെ നായകന്റെ എത്രമാത്രം എനിക്കൊക്കെ നല്ല പ്രതീക്ഷ ഉണ്ട് ആൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. ആസ് എ ഫ്രണ്ട് എത്രമാത്രം ഇനി വരുന്ന വർക്ക് ഇങ്ങനെ ചെയ്യുന്നാ തോന്നുന്നത്? നമുക്ക് ഇങ്ങനെയല്ലേ അറിയൂ, എനിക്കൊക്കെ വീഡിയോയിലൂടെ മാത്രമേ ആളറിയുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് എത്ര കാലങ്ങളായിട്ട് ആളറിയാം. അപ്പൊ ഇനി വരുന്ന ഒരു വർക്കിൽ എത്രമാത്രം ആള് പെർഫോം ചെയ്യില്ല, എന്തെല്ലാം കാണാൻ പറ്റുമെന്ന് ചിന്തിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് പറഞ്ഞില്ലേ ഒരു 1.5 ലക്ഷം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോന് ഇപ്പൊ ഈ എടുത്തതുപോലെ ഒരു ഹോളിവുഡ് ലെവലിൽ വേണം ഇറക്കുവാൻ. ആൾക്കാർ പ്രതീക്ഷിക്കും. അല്ല വേണമെങ്കിൽ അത് വേണം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ, നല്ല പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 2 എണ്ണം നന്നായിട്ട് വന്നപ്പോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടി. ഇനി അതൊക്കെ മേലെ പ്രതീക്ഷിക്കൂ. സമാധാനം എന്താ അറിയോ, എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ എല്ലാരും എന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്. പോയപ്പോഴൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വളർച്ച എന്ന് പറഞ്ഞ ഓഡിയൻസ് ആണല്ലോ, അവരുണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ, അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പൊ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, നിങ്ങളുള്ളിടത്തോളം നമ്മളുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. സിനിമ ആണെങ്കിലും റീൽസ് ആണെങ്കിലും ആൾക്കാർ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, എന്നാലേ വളരാൻ പറ്റുള്ളൂ. അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് നമുക്ക് കൊടുക്കണം. പക്ഷെ നല്ലൊരു കാര്യം കിട്ടുമ്പോ മാത്രമേ നമ്മളായി ഓഡിയൻസ് അത് വളർത്തും, പിന്നെ അതിനെ ഷെയർ ചെയ്യും ചെയ്യുള്ളൂ. അല്ലാതെ എത്ര പേരെല്ലാം ചെയ്യുന്നു, എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ? എപ്പോഴും ഓഡിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിലും നിങ്ങളിലൊരു അത് വേണം, നിങ്ങളൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കൊടുത്തു വിടുള്ളൂ. അപ്പം അതെപ്പോഴും നിങ്ങൾ തന്നെയാണ് ആ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ തന്നെയാണ് ആ കഴിവും. കാണുന്നത് ശരിയാ, ഞങ്ങളത് കാണുന്നുണ്ടെങ്കിലും നിങ്ങളാണല്ല, അല്ലേ? ഇപ്പം ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ടെൻഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് തോന്നുന്നുണ്ടോ? ഞാൻ ഇതുവരെ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷെ ഇനി ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും പ്രതീക്ഷകൾ ഒരുപാട് മുകളിലായി. അപ്പം എന്താ ഇനി ഉസിയാർ ഇപ്പം ശരിക്കും നേരിടുന്ന ഒരു വെല്ലുവിളി എന്താ ഇത്രയും വർക്ക് അടിപൊളിയായി വരുമ്പോൾ? ഇല്ല, എനിക്ക് ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടന്റ് അല്ലേ, നമ്മളെപ്പോഴും ചർച്ച ചെയ്യണം, നല്ല കണ്ടന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ആൾക്കാർക്ക് അയ്യേന്ന് തോന്നരുതല്ലോ. അപ്പൊ നല്ല കണ്ടന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന്റെ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്കാണ് ചിന്തിക്കുന്നത് എപ്പോഴും. അതിന് താഴെ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയൊക്കെ പാറ്റേണിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹൈ ആയിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഇഷ്ടം ചോർന്നു പോകാത്ത രീതിയിൽ നമ്മൾ ചെയ്യാനാണ് എല്ലാ കാലത്തും നോക്കുന്നത്. ഇപ്പൊ ഉസിയാർക്ക് കണ്ടന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എങ്ങനെയാടാ, എവിടുന്നാ ഇത്രയും കണ്ടന്റ് ഒക്കെ വരുന്നത്? നമുക്കുണ്ടല്ലോ തലയൊക്കെ. എത്ര ദിവസം കൊണ്ട് എങ്ങനെയൊക്കെയാ കണ്ടന്റ് എടുക്കുന്നത്? ഒരു ദിവസം മതി കണ്ടന്റ് എടുക്കാൻ. നിന്റെ കണ്ടന്റിനേക്കാൾ ഉപരി നിന്റെ സെറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാ എടുക്കുന്നത്? കണ്ടന്റ് ആലോചിക്കുമ്പോൾ തന്നെ സെറ്റും ആലോചിക്കോ? അല്ല, നമുക്ക് കഥക്കനുസരിച്ച് എന്തൊക്കെ വേണമെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി കോടതിയാണ്, കോടതി നമുക്ക് കിട്ടൂലല്ലോ, സെറ്റ് ഇട്ടല്ലേ പറ്റൂ. പക്ഷെ നീ അതന്നെ ഇടും. കല്യാണം ആണെങ്കിൽ കല്യാണം തന്നെ ഫീൽ ചെയ്യും, കോളേജ് ആണെങ്കിൽ കോളേജ് തന്നെ, ഇനി കോടതി എടുത്താൽ കോടതി തന്നെ. കല്യാണ പരിപാടി പലരും എന്നോട് ചോദിച്ചിരിക്കണ, നിങ്ങള് അത് ഒറിജിനൽ കല്യാണ വീട്ടിൽ പോയിട്ട് എടുത്തതാണോ? അപ്പൊ പലരും വിശ്വസിക്കണില്ല, ഇത് ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റ് ഇട്ടാണ്. നിന്നെ നല്ല കല്യാണ പരിപാടി നിന്നെ വിളിച്ചാൽ മതിയല്ലേ? കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും സെറ്റ് ഇടാൻ നിന്ന്, പിന്നെ രാത്രി ഷൂട്ട് ചെയ്തു. അങ്ങനെ ഓക്കെ, അല്ല 3000 എത്ര? 3000 അല്ല 5000. അപ്പൊ അത് 13000. 4 വേണ്ടിയില്ലല്ലേ? എത്ര രൂപ ഒരു കല്യാണ സെറ്റ് ഇടാൻ? അത് നല്ല ഓപ്ഷൻ ആടാ. നമുക്ക് സൈഡിൽ കൂടെ അതും ചെയ്യാവുന്നതാണ്. ചുരുങ്ങിയ ജില്ലയിൽ കല്യാണ സെറ്റ് ടീംസ് അല്ലേ? നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവന്റെ ഡയറക്ഷൻ ഭയങ്കര രസമാണ്. അതായത് ശരിക്കും നമ്മളൊരു കല്യാണം കാണുമ്പോൾ കട്ടായിട്ടല്ലേ, ഒരു കല്യാണം ആണെങ്കിൽ ആ കുട്ടികളെ ആ ദഫിന്റെ ഒക്കെ ഒരു സീനില്ലേ അത് കാണിക്കും. ഇപ്പൊ സ്കൂളിൽ അത് കാണിക്കുമ്പോ കോളേജിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് എനിക്ക് അതിരടി മൂവി ഒക്കെ തോന്നിയടാ. അതിരടി മൂവിയിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഇതില്ലേ, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്റെ മാത്രമായിട്ടോ പറയുന്നത്, മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല, എന്റെ മാത്രമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. എനിക്ക് അതൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചു, ഇതുവരെ അതിരടിന്റെ സ്പൂഫ് ആയിട്ടാണോ ചെയ്യുന്നത് ഞാൻ ചോദിച്ചത്. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്ത സംഭവം എന്നല്ല പറയുന്നത്,
പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ ശരിക്കും. ഈ ആളുകളുടെ അടുത്തേക്ക് എത്തുക, അതിന് ഇത്രയും അടിപൊളി, എനിക്ക് നല്ലൊരു നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനിടെ ഈ റീസെന്റ് ആണ് റിലീസ് ആയത്. പക്ഷെ ഇത് നമ്മൾ അതിന് മുമ്പേ നമ്മൾ എടുത്ത് ഏകദേശം അതുപോലെ ഇല്ലേ? അതെ, ഞാൻ അതിനിടെ കണ്ടാണ്. പക്ഷെ അതിന്റെ അത് കോപ്പി അടിച്ചെന്നല്ല പറയുന്നത്, അതുപോലെ ആയില്ലേ, ഫീലിംഗ് ഫീല് കിട്ടിയില്ലേ? കണ്ടിരുന്നോ അതിരടി മൂവി? എനിക്ക് വയ്യാതെ ദൃശ്യം കണ്ടു. ഇന്ന് കാണാൻ പറ്റിയില്ല, ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. വീഡിയോ ഇന്നിപ്പോ 12 മണിക്ക് ബുക്ക് ചെയ്തിരുന്നു രാത്രി സ്പെഷ്യൽ ഷോ. അടിപൊളി. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ ഈ ഡയറക്ടേഴ്സ് ഒക്കെ മെസ്സേജ് ഇട്, കമന്റ് ഇടുക ഒക്കെ ചെയ്തു. അത് ചോദിച്ചത് നന്നായി. എനിക്ക് ഞാൻ സിനിമ കാണാൻ പോണ സമയത്ത് ഞാൻ പണ്ട് തൊട്ടിട്ട് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫോണിൽ വീഡിയോ ഇടും. ഒരുപാട് പേരുകൾ വരുമല്ലോ, ആ പേരുകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്യും. അപ്പോൾ നമ്മൾ ട്രെയിലർ കട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും, ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന പ്രൊഡക്ഷൻ ടീമൊക്കെ. ഇത് ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമായിട്ട് എടുത്ത് ഞാൻ മെസ്സേജ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് ജനറൽ പ്രൈമറി, ഈ ജനറൽ മൊത്തം സിനിമാക്കാരായിരിക്കും. അങ്ങനെ അയച്ചിട്ട് ഒരുപാട് പേര് ഞാൻ കമ്പനി ആക്കിയിട്ട് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ചിലവർ വിളിക്കും, ചിലവർ വിളിക്കില്ല. അങ്ങനെ കമ്പനി ആക്കിയിട്ട് ഞാൻ ചാൻസുകളൊക്കെ ചോദിക്കും. അങ്ങനെ കുറച്ച് കണക്ഷൻസ് എനിക്ക് കിട്ടി. ഇപ്പോൾ ഡയറക്ടർ ഷേദ്ഖയുടെ കല്യാണം കഴിഞ്ഞ് വിളിച്ചിരുന്നു, ഞാൻ പോയിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടർ ലുക്മാൻ ഖാൻ, ലുക്മാൻ ഖാൻ എനിക്ക് എൻ്റെ ഒരു ആട്ടനെ പോലെയാണ്. അനിയന്റെ കല്യാണത്തിന് അങ്ങനെ വലിയ കോണ്ടാക്ട്സ് ഒന്നുമല്ല, ഒരു ഗസ്റ്റ് ആവുക അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യപ്പെട്ട ഒരു കാര്യത്തിന് നമ്മളെ വിളിക്കാന്ന് വെച്ചാൽ വലിയ കാര്യമില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത് പിന്നീട് എനിക്ക് നല്ലൊരു പ്രഷർ വന്നു വീട്ടിലും നാട്ടിലൊക്കെ. അപ്പോൾ ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ള പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലോട്ട് സെക്യൂരിറ്റി ആയിട്ട് പോയി. ഫോൺ കിട്ടിയിട്ട് വേണമല്ലോ, നല്ലൊരു ബ്രേക്ക് എടുത്ത് 2 മാസം. പക്ഷെ ആ 2 മാസം എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു പോസിറ്റീവായി എന്ന് പറയാം. കാരണം ആ 2 മാസം ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശപ്പാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കും, സെക്യൂരിറ്റി. എന്നിട്ട് രാവിലെ 6 മണിക്ക് കഴിയും. 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങും, ചില ദിവസം ഉറങ്ങൂല. എന്നിട്ട് എന്ത് ചെയ്യും, സിനിമാ സെറ്റിൽ പോയി ചാൻസ് ചെയ്യും. പിന്നെ ഞാൻ ഡയറക്ടേഴ്സിന്റെ വീട്ടിലൊക്കെ പോകും, ഉറങ്ങും. ഇന്ന് ഡ്യൂട്ടി എടുത്താൽ നാളെ ലീവ്, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്. അല്ലെങ്കിൽ ഇന്ന് എടുത്താൽ കുറച്ച് നേരം ഉറങ്ങിയിട്ട് കുറച്ച് നേരം പോകും. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ 2 ഡയറക്ടർമാരുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റില്ല, ഞാൻ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന അവിടുന്ന് കുറച്ച് കോൺടാക്ട്സ് കിട്ടി. അങ്ങനെ കുറച്ച് ഓഡീഷൻ പോയി. കലൂര് വൈകുന്നേരം ചായ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുള്ള് സിനിമാക്കാരായിരിക്കും. അങ്ങനെ അവിടെ നിന്നൊക്കെ ചാൻസ് ചോദിച്ച് കുറേ നടന്ന് ഒരു ചാൻസ് കിട്ടി. പിന്നെ കുറേ ഡയറക്ടർമാരുടെ അടുത്ത് നമ്മൾ ചാൻസ് ചോദിക്കുമായിരുന്നു. പക്ഷെ ഇന്ന സിനിമയിൽ കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷത്തോട് പറയാൻ പറ്റും. അരുൺ ഡിജോസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അരുൺ ഡിജോസ്, റോമൻസ് 18+. പിന്നെ നമ്മളെ ജോജോ എന്താണ് ജോയൻ അരുൺ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വിളിക്കാന്ന് പറഞ്ഞു. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അരുൺ സാറിനെ വിളിച്ചു, റോമൻസിൽ ഒരു വേഷം തന്നു, 2 ഡയലോഗ്. അത് കഴിഞ്ഞ പാടത്തിന് എനിക്ക് വായ കിട്ടാൻ കാരണം വായ കിട്ടി കഴിഞ്ഞ സമയത്താണ് എനിക്ക് ദൃഢം കിട്ടുന്നത്. ദൃഢം എനിക്ക് ജിത്തു ജോസഫ് സാറെ മോള് മെസ്സേജ് അയച്ചതാണ്, വീഡിയോസ് കണ്ടിട്ട്. ഇന്ന് ജിത്തു ജോസഫ് സാറ് വീട്ടിലോട്ടാണ് നേരെ ഓഡീഷന് വിളിച്ചത്. വീട്ടിൽ പോയി എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇന്നെ അപ്പോൾ തന്നെ കാസ്റ്റ് ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞു. ഈ 2 പടം റിലീസായ സമയത്താണ് നമ്മളെ കോളേജ് അടി കല്യാണടിയൊക്കെ വൈറലായിരുന്നു. അതിന്റെ മുമ്പ് അങ്ങനെ പറയില്ലേ. അപ്പൊ ഈ വൈറലായ സമയത്ത് വീണ്ടും ഇന്നെ 2-3 ഓഡീഷൻസ് ഒക്കെ പോയി. അരുൺ ഡിജോസ് സാർ ഇപ്പോൾ മിനിയാന്നോട് എന്നെ വിളിച്ചൊരു വേഷം തന്നു. അവിടെ അരുൺ ഡിജോസ് സാറ് ഇന്നെ സിനിമയിൽ കൊണ്ടുവരുന്നു. കുറേ കഷ്ടപ്പെട്ട് എറണാകുളത്ത് കിട്ടിയ ഒരു ചാൻസ്, ആ ചാൻസ് രക്ഷിച്ചു. ഇപ്പോ ഈ ചേച്ചി ഇവന്റെ ഓരോ വളർച്ചകൾ ആദ്യം മുതലേ കാണുന്നതാ. ഇപ്പൊ എത്തി അങ്ങ് വലുതായി പോവാണ്. പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ഇപ്പോ നമ്മുടെ ആദ്യമേ ഉള്ള ആളെന്നുള്ള ഒരാളാണ്. ഇപ്പൊ ആദ്യമേ ഉള്ള ഒരാളെന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും ആളുടെ വളർച്ച കാണുമ്പോ എന്താ തോന്നുന്നത്? അഭിമാനം തോന്നുന്നു. സന്തോഷത്തേക്കാൾ ഉപരി അഭിമാനം അല്ലേ? അതെ, സന്തോഷം. എന്താ വെച്ചാൽ എവിടെ ചെന്നാലും ഉസിയാർന്ന് ഇങ്ങനെ കേൾക്കും നമ്മള്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണെങ്കിൽ തന്നെ കുട്ടികളായാലും വലിയൊരു ആരായാലും പറയും ഉസിയാറല്ലേ ഒന്ന് ഷൈക്കാൻഡ് കൊടുക്കാനോ ഒന്ന് സംസാരിക്കാനായാലും എന്തിനും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ മുമ്പൊക്കെ തന്നെ സന്തോഷമാണ്. ശരിക്കും കുട്ടികൾ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഒരു 3ാമത്തെ ഇന്റർവ്യൂ എന്ന് എടുക്കുന്നത്.
അപ്പൊ അവിടത്തെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ചോദിക്കുമല്ലോ അവിടുത്തെ ഇന്റർവ്യൂ കോള് വരെ വരുന്നുണ്ട്. മനസ്സിലായി ഇവന് ഭയങ്കര കുട്ടികളുടെ ഫാൻസ് ആണ്. ആരാധികമാരൊക്കെ വിളിക്കുന്നുണ്ട്. ഷൂട്ടിന്റെ ഇടയിൽ ഇന്നലെ ഷൂട്ട് എടുക്കുന്നുണ്ട് ഒരു കോള്. അപ്പൊ വേറെ അടുത്തത് ആരാ? അപ്പൊ ഏതോ ഒരു കുട്ടി വിളിക്കുക, സിയറാക്കിനോട് സംസാരിക്കണം. സംസാരിക്കാറുണ്ട്. ആരാധികമാരൊക്കെ വിളിക്കാറുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല. അത് ആര് വിളിച്ചാലും ഫോൺ എടുക്കും. അത് എപ്പോഴും ഫോൺ എടുക്കും. ദൈവശാലത കൂടുതലാണ്. അതെ പാവാണ് അല്ലേ? ഇല്ല ഞാൻ എന്താണെന്ന് അറിയോ, ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവരൊന്ന് കോൾ എടുത്തിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കത് മനസ്സിലാവും. ഞാൻ ആരും വിളിച്ചാലും എടുക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് ഇന്നലെ എന്റെ ഉമ്മണ്ട് വിളിക്കണേ, ഇന്നലെ അല്ല മിനിയാന്ന് എന്റെ ഉമ്മ വിളിക്കണേ, അറിയ എവിടെയാണ് പെട്ടെന്ന് വീട്ടിൽ എന്നെ കാണാൻ കണ്ണൂരിൽ നിന്ന് ചെക്കൻ വന്നത്. ഞാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് ചെക്കൻ. ഇപ്പൊ ചെക്കൻ ഡിഗ്രിയിൽ പഠിക്കണ ചെക്കനാണ്, പിന്നെ കാണാൻ വന്നാണ് അത്ര. എനിക്ക് പലതും കണക്റ്റായി. ഞാൻ നല്ല തിരക്കിലായിരുന്നു, പക്ഷെ ഞാൻ അത് വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി. കാരണം എനിക്ക് കണക്ട് ആയത് ഞാൻ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ വീട്ടിൽ പോയി. കുറെ ക്രിയേറ്റേഴ്സിന്റെ വീട്ടിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ഞാൻ അബൂ സലീമിനെ കാണാൻ കാസർഗോഡ് പോയ ആളാണ് പണ്ട്, വീഡിയോയിൽ അഭിനയിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പോയോണ്ട് എനിക്ക് അതിന്റെ വില മനസ്സിലായി. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ ഗേൾസ് ഇല്ലേ, ഇപ്പൊ സിയാറിന്റെ ഒരു പ്രായം വളരെ ചെറുതാണ് അല്ലെ, ചെറിയ പ്രായമാണ്, പിന്നെ ഇപ്പൊ നല്ല സ്റ്റാർ ആണ്. ശരിക്കും എത്ര പ്രായം ഉണ്ടടാ? 23. ആ ചെറിയ കുട്ടി. ഇപ്പൊ 23 ചെറുതാ. നീ 23 തന്നു നമ്മളൊക്കെ എന്ത് പറയും? ഇല്ലാതിരിക്കട്ടെ. അതങ്ങനെ പറഞ്ഞ ഈ ഗേൾസ് ഒക്കെ ശരിക്കും മെസ്സേജ് ചെയ്യലൊക്കെ ഉണ്ടോ? ഇല്ലത്താ മെസ്സേജ് ഒക്കെ എല്ലാവരും അയക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയാ, വലിയൊരു ആരാധികയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കോ? സത്യം പറഞ്ഞടാ, റിക്വസ്റ്റിൽ ഒരുപാട് മെസ്സേജ് വരും. പക്ഷെ നമുക്ക് അറിയാലോ മെസ്സേജ്. അപ്പൊ ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാറുണ്ട് നോർമലായിട്ട്. ഈ ചെക്കൻ എത്തും നമ്മൾ അങ്ങനെ ആദ്യമേ പറയില്ലേ? എനിക്ക് തോന്നുന്നു ശരിക്കും ആളുടെയൊക്കെ നമുക്ക് ആദ്യമേ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ, ഇവൻ എന്തെങ്കിലും എത്തും, ആ ഒരു ഇത് നമുക്ക് തോന്നൂലേ? അവനെ കഴിവുണ്ട് അല്ലേ? ഇത്ര നേരത്തെ എത്തും എന്നിങ്ങനെ തോന്നിയിരുന്നോ? നേരത്തെ 7 വർഷമായി. 7 വർഷമായി ഇത്ര നേരത്തെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 വർഷം പറഞ്ഞില്ലേ, ആ സമയത്ത് ഇദ്ദേഹം ഉണ്ട് ഫീൽഡില്. ഇവിടെയുള്ള പല ആളുകളും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറെ കാലായി എന്ന്, ഞാൻ ഒരുപാട് വർഷമായി. ഇപ്പൊ ഇങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ പേരുണ്ടാവൂടാ. ഇപ്പൊ ശരിക്കും ഞാൻ ഈ ഇടാന്ന് ഇവന് എനിക്ക് ഭയങ്കര കമ്പനി ആയിട്ടും ഞാൻ ഇവരോട് ഒരുപാട് സംസാരിച്ചുകൊണ്ട് വിളിച്ചു പോകുന്നതാ. ശരിക്കും എന്റെ വലിയൊരു ഗസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും. അതിന് ഞാൻ നിങ്ങളോട് അതിന് ക്ഷമ ചോദിക്കട്ടെ. നമ്മളൊക്കെ അതെ, ഇപ്പോ ഈ കുറെ കുട്ടികളുണ്ടാവും ഇതേപോലത്തെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, അവർക്കൊക്കെ ഇപ്പൊ ഒറ്റ വാക്കിൽ ഒരു മോട്ടിവേഷനോ എന്തെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ എന്ത് പറയും? ക്യാമറ നോക്കി പറഞ്ഞേ. ക്യാമറ നോക്കി പറയണം? ഇല്ല, മോട്ടിവേഷൻ പറയാനൊന്നും ഞാൻ ആരുമില്ല. മോട്ടിവേഷൻ വേണ്ട, നമ്മുടെ ജീവിതത്തിലുള്ള നിങ്ങളെ സക്സസ് ഇല്ല അത് പറഞ്ഞാൽ മതി. ഞാൻ ഇന്റെ കാര്യം പറയാം. പറഞ്ഞാൽ മതി. ഇന്റെ റോൾ മോഡൽ ഞാനാണ്. ഓ നൈസ്. ഇന്റെ എല്ലാം ഞാനാണ്. സെൽഫ് റെസ്പെക്ട് അത് നമ്മൾ വിട്ടൊരു കളിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്ട് വിട്ടില്ല, നമ്മളൊരു പരിധി വരെ. ചോദിച്ചത് ഒറ്റവാക്കിലേ ഉത്തരം പറയാം. നേടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നേടിയിരിക്കും. അതിന് ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും, നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 90% ആളുകൾക്കും 1% മാത്രമേ സ്ട്രഗിൾ ഉള്ളൂ, ബാക്കി മൊത്തം ആഗ്രഹമാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്താൽ സെറ്റ് ആവും. ആഗ്രഹം മാത്രം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ചോദിച്ചത് എനിക്ക് പറയാം. ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്നൊരു തടസ്സമല്ല, മരണമൊക്കെ ഒന്നൊരു തടസ്സമല്ല, ഞാൻ നേടുന്നു. പിന്നെ നേടുന്നുള്ള വാശി എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ നേടിയിട്ടില്ല കേട്ടോ, എനിക്ക് നേടാൻ ഇനി ഒരുപാടുണ്ട്. 4 റീല് റീച്ച് ആയെന്ന് വിചാരിച്ചാൽ നമ്മളൊന്നും ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും നേടിയിട്ടില്ല, പക്ഷെ കുറച്ച് പേർക്ക് അറിയാമെന്നുള്ളൊരു സന്തോഷം. 2.5 ലക്ഷം ആളുകൾക്കും അറിഞ്ഞുകൊണ്ടല്ലേ ഫോളോ ചെയ്യുന്നത്. ചുരുങ്ങിയതാട്ടോ പറയുന്നത്. അതിപ്പോ ആയതാണ് ആ വീഡിയോ റീച്ച് ആയത്. അതൊരു അടിയാണല്ലോ അല്ലേ? പ്രൊമോഷൻ ആണോ? എങ്ങനെ 1 lakh കൂടി കോളേജ് അടി? കല്യാണ വീഡിയോ ചെയ്തപ്പോൾ 1 lakh. ഓരേ 2 ലക്ഷം അതാ കിടക്കും. ഞാൻ അടുത്തിട് അപ്പൊ ഒരു 1 lakh 3 അങ്ങനെ 10 പേർക്ക് ലൂസിയാറയ്ക്ക് പേര് നല്ല ഇഷ്ടപ്പെട്ടു ശരിക്കും. ലൂസിയാറയെ പേരില്ല, ആരും ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. ലൂസിയാർ എന്നപ്പം കോളേജിലോ അവിടെയും വിളിച്ചിട്ടില്ല. നീ ഒരു യുണീക്ക്, എല്ലാം കൊണ്ടും പേര് കൊണ്ടും യുണീക്കാണ്, അതേപോലെ സ്വഭാവം കൊണ്ട് യുണീക്കാണ്, എല്ലാം കൊണ്ടും വ്യത്യസ്തനാണ് നീ
അല്ലേ ഉസിയാറിന്റെ ടീമും ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആളൊക്കെ വളരെ കുറച്ചേ പറയാൻ, ആള് ആസ്വദിക്കുകയാണ് അല്ലേ, ഉസിയാറിന്റെ സംസാരമൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്റെ ഒരു ലൈഫിൽ എനിക്കിത് ഫസ്റ്റ് ടൈമാണ്, അത് ഇവനെ കൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂ ഞാനിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഇവനെ കൊണ്ട് തന്നെ. മറ്റേ സിനിമയില്ലേ ഉമ്മക്കൊന്നല്ലേ സത്യം ചേച്ചി സ്പെഷ്യലാ, അതുപോലെ ചേച്ചി സ്പെഷ്യലാ. സത്യമായിട്ട് ആള് വളരെ പിന്നെ ചേച്ചി ചെയ്യണ എത്ര ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര ഒരു വീഡിയോസിൽ നമ്മളെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ എന്ത് ഹെവി ഹെവി ഏറ്റവും അടിപൊളിയാണ്. എനിക്ക് പുള്ളീനെ ആ മറ്റേ വാഴയിലുള്ള അശ്വറിന്റെ ഉമ്മേനെ പോലെയുണ്ട്, അശ്വതീച്ചിന്റെ ഒക്കെ ഒരു ആ തട്ടൊക്കെ ഇടുമ്പോ അതുപോലെയും തോന്നുന്നുണ്ട്. പുള്ളിക്കാരെ എനിക്ക് അറിയാം, ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആളെ, പാവാണ്. അപ്പൊ എനിക്ക് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇനി ഭാവിയിൽ ചിലപ്പോ നമുക്ക് അവിടെയൊക്കെ വെച്ച് കാണാം അല്ലേ, എത്തട്ടെ എല്ലാവരും. കാരണം നമ്മൾ ഉസിയാർ രക്ഷപ്പെടുമ്പോൾ ഉസിയാറിന്റെ ടീം കംപ്ലീറ്റ് രക്ഷപ്പെടട്ടെ അല്ലേ ഉസിയാറെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിൽ എന്തായാലും നമ്മൾ വലിയ സ്ക്രീൻ ഇപ്പൊ റീലില് റീച്ചായി, അത് വലിയ കാര്യമാണെങ്കിലും അതല്ല, അതിന്റെ അപ്പുറത്തേക്കാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന് വലിയ 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 വേദികൾ കീഴടക്കണം, വലിയ വലിയ മേഖലകൾ എത്തണം. ഉസിയാർ എന്ന് പറയുന്നത് നമ്മളെ ഒരു എല്ലാ ഉസിയാറിനെ നമ്മൾ തിരിച്ചറിയുന്ന പോലെ തന്നെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളും എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.